സുഹൃത്തുക്കളെ, ഞാൻ ഈ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് എൻ്റെ ജോലിയുടെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഹോം കൺസ്ട്രക്ഷൻ ആൻഡ് ഹോം റെനോവേഷന്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ആലോചിക്കുന്നുണ്ട്, എൻ്റെ ഒരു പ്രോജക്റ്റ്, ഞാൻ ചെയ്ത ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിവിടെ റെനോവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഹെൽപ്പായിരിക്കും. അമേരിക്കയിൽ തന്നെയുള്ള ആൾക്കാർ, മലയാളികളുണ്ട്, അവർക്കും ഹെൽപ്പായിരിക്കും. അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലേറ്റസ്റ്റ് ട്രെൻഡും അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇവിടെ ഇൻറ്റീരിയർ ചെയ്യുന്നത്, പെയിൻറ്റിങ്, ഫ്ലോറിങ്, ക്യാബിനറ്റുകൾ അങ്ങനെ ചെയ്യുന്നു, അതൊക്കെ അറിയാനായിട്ട് വേറെ ഇതുവരെ അതുപോലൊരു വീഡിയോ ആരും ചെയ്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇതങ്ങനെ ഒരു ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഞാനൊരു വീഡിയോ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു വീട് റെനോവേറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിന് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. പിന്നെ ഇനിയിപ്പം ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ പിന്നീട് കൂടുതൽ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതായിരുന്നു. ആൾക്കാരുടെ അഭിപ്രായങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കത് ഗുണമായിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് ഞാൻ 4 വർഷം മുമ്പ് പണിയിപ്പിച്ചൊരു വീടാണ്. 2020 ഞാനിത് പുതിയ വീട് പണിയിപ്പിച്ചാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ റീമോഡൽ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഒരു ചെറിയൊരു ഐഡിയ കിട്ടുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഈ കയറി വരുന്നിടം കണ്ടോ, ഇവിടെ കോൺക്രീറ്റ് ഇട്ട് ഭംഗിയാക്കണം. പിന്നെ അതുപോലെ ഇത് ഫ്ലവർ ബെഡാണ്. ഇതെല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് നല്ല ഫ്ലവറൊക്കെ, നല്ല പ്ലാന്റുകളൊക്കെ വെച്ച് നല്ല കുട്ടപ്പനാകണം. ഇതാണ് എൻട്രി ഡോർ. ഇതിപ്പം സാധാരണഗതിയിൽ എൻട്രി ഡോറൊക്കെ നോക്കുന്നത് ആണുങ്ങളാണ്. അതായത് വീട് മേടിക്കാൻ വരുമ്പോഴത്തേക്കിനെ ഹസ്ബൻഡും വൈഫും കൂടെ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും കൂടെ ആയിരിക്കും വരുന്നത്. അവർ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആണുങ്ങളെപ്പോഴും ഫ്രണ്ടൊക്കെയാണ് നോക്കുന്നത്. നല്ല ഫ്രണ്ട് ഡോർ ആയിരിക്കണം, കാണാൻ നല്ലതായിരിക്കണം, ഭംഗിയായിരിക്കണം. അതേസമയം പെണ്ണുങ്ങളാണെങ്കിൽ നോക്കുന്നത് കിച്ചൺ ഭംഗിയായിരിക്കണം, ബാത്റൂമുകൾ, ഇതൊക്കെയാണ് പെണ്ണുങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇടണം. അതാണ് ഇപ്പോൾ ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടു ഇതിൻ്റെ പെയിൻറ്റിങ് ഡാർക്ക് പെയിൻ്റായി കിടക്കുന്നത്. അത് ഞാൻ 4 വർഷം മുമ്പ് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്കായിട്ട് ഉള്ള പെയിൻറ്റ് ഉപയോഗിച്ചതാണ്. പക്ഷേ ഇവിടുത്തുകാർക്ക് ഇഷ്ടം ന്യൂട്രൽ കളറുകളാണ്, ഈ ലൈറ്റ് കളറായിരുന്നു. അപ്പം ഞാനിത് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഇതിൻ്റെ കളറ് മാറ്റിയിട്ട് ലൈറ്റായിട്ടുള്ളൊരു കളറുണ്ട്. ഗ്രീക്ക് വില്ല എന്ന് പറഞ്ഞൊരു കളറുണ്ട്. അതായത് ഷെർവിൻ വില്യംസ് എന്ന് പറഞ്ഞ വലിയൊരു പെയിൻറ്റ് കടയുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പം ഗ്രീക്ക് വില്ല എന്ന് പറഞ്ഞൊരു കളർ കിട്ടും. ആ കളർ വളരെ ലൈറ്റ് കളറാണ്. അത് മൊത്തം ലൈറ്റ് കളർ അടിച്ച് കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയാവും. കിച്ചണ് നിങ്ങൾ കണ്ടോ, ഇത് കണ്ടോ, ഇതിന് പറയുന്ന പേര് കിച്ചൺ ഐലൻഡ് കൗണ്ടർ എന്നാണ് പറയുന്നത്. ഇത് അമേരിക്ക കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുണ്ടായ ഒരു ട്രെൻഡാണ്. അതായത് ഈ കിച്ചൺ നടുക്കൊരു ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഐലൻഡ് പോലെ ഒരു കൗണ്ടർ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ, ഈ കൗണ്ടറിൻ്റെ പുറകിൽ കാണുന്ന മെറ്റൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്, അത് ഞാനിങ്ങനെ ഒട്ടിച്ചാണേ. അതിന് പറയുന്ന പേര് ബാക്ക് സ്പ്ലാഷ് എന്നാണ്. ബാക്ക് സ്പ്ലാഷ് ഇത് ഒട്ടിച്ചത് ഞാനൊരുത്തിനെ ഹയർ ചെയ്ത് അവനെ കൊണ്ട് ഒട്ടിച്ചത് ഓടിയും മാടിയൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞിട്ട് നല്ല ബാക്ക് സ്പ്ലാഷ് പൊട്ടിക്കണം എന്നുള്ള പ്ലാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വൈനൽ ഫ്ലോറിംഗ് ആണ്. വുഡ് പോലെ ഇരിക്കുമെങ്കിലും വൈനലിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വീണാലും ഒന്നും പ്രശ്നമൊന്നുമില്ല. പ്ലാസ്റ്റിക് പോലെയുള്ള സാധനമാണ്, മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു ഫ്ലോറിംഗ് ഇല്ല. പക്ഷേ ഉള്ളെങ്കിലും കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നുമില്ല. അതുകൊണ്ട് നല്ലതായിട്ട് ഡീപ്പായിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് നടത്തി കഴിയുമ്പോഴത്തേക്കും അത് ഭംഗിയാവും. പിന്നെ ഒരു പണി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഈ ബ്ലൈൻഡ്സ് കണ്ടല്ലോ, ബ്ലൈൻഡ്സ് അമേരിക്ക 3 kinds ഓഫ് ബ്ലൈൻഡ്സ് ആവുള്ളൂ. അതായത് വൈനൽ ബ്ലൈൻഡ് ഉണ്ട്, അത് വളരെ ചീപ്പാണ്. പിന്നെ വുഡൻ ബ്ലൈൻഡ് ഉണ്ട്, പിന്നെ ഷട്ടർ ബ്ലൈൻഡ് ഉണ്ട്. ഇതിപ്പോൾ കിടക്കുന്ന വുഡൻ ബ്ലൈൻഡാണ്. ഈ വുഡൻ ബ്ലൈൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ മാറ്റിയിട്ട് ഷട്ടർ ബ്ലൈൻഡ് ആക്കും. ഷട്ടർ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുനിന്ന് തുറക്കാവുന്ന രീതിയിലുള്ള ബ്ലൈൻഡുകളാണ് ഷട്ടർ ബ്ലൈൻഡ്. ഷട്ടർ ബ്ലൈൻഡ് ഇടുമ്പോഴത്തേനും കുറച്ചുകൂടെ അടിപൊളിയാവും വീട്. പിന്നെ ഇതിന് കാർപ്പറ്റ്, ബെഡ്റൂമിൽ കാർപ്പറ്റ് സാധാരണ അമേരിക്കയിലല്ല, ബെഡ്റൂമിൽ കാർപ്പറ്റാണ്. കാരണം തണുപ്പായതുകൊണ്ട് കാർപ്പറ്റ്. ഇതിപ്പോൾ ഡാർക്ക് കളർ കാർപ്പറ്റാണ് കിടക്കുന്നത്. ഞാനിത് മാറ്റിയിട്ട് ലൈറ്റ് കളർ കാർപ്പറ്റാകും. ലൈറ്റ് കളർ കാർപ്പറ്റ് ആകുമ്പോഴത്തേന് കാണാൻ കുറച്ചുകൂടെ ഭംഗിയാവും. നമുക്ക് സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ ലൈറ്റ് കളർ കാർപ്പറ്റ് കൊടുക്കുന്ന കാര്യം, കാരണം ഇതെല്ലാം ഡേർട്ടി ആവുമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് നമ്മൾ കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള കാർപ്പറ്റാണ് കൊടുക്കുന്നത്. അതേസമയം ലൈറ്റ് കളർ ആണെങ്കിൽ, വിൽക്കാനായിട്ടാണെങ്കിൽ ലൈറ്റ് കളർ. ഇത് മാസ്റ്റർ ബാത്റൂമേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതെല്ലാം വളരെ ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഏരിയാസാണ്. നമ്മുടെ നാട്ടിലെ പോലെ ബാത്റൂം എല്ലാം വെറ്റായിട്ടല്ല ഇവിടെ കിടക്കുന്നത്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീന്, ഡ്രൈ ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഇത് നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ
കമോഡ് ഇരിക്കുന്നു. അതേസമയം കുളിക്കാനുള്ളത് വോക്കിൻ ഷവറാണ്. വോക്കിൻ ഷവർ കണ്ടല്ലോ, ഇതിൻ്റെ അകത്തോട്ട് കയറി ആൾക്കാർക്ക് കുളിക്കാം. അപ്പം നനയേല. പിന്നെ അതുപോലെ തന്നെ വോക്കിൻ ക്ലോസറ്റ്, അതായത് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് മാറാം. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാം, ഫോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഫോൾഡ് ചെയ്യാം. അപ്പുറം ഇപ്പുറയുണ്ട്. ഹസ്ബൻഡും വൈഫുമാണ്, രണ്ടുപേർക്കും രണ്ട് സൈഡിൽ ഹാങ് ചെയ്യാനും ഫോൾഡ് ചെയ്ത് വെക്കാനുമുള്ള സൗകര്യമുണ്ട്. അത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു പരിപാടിയാണ് വോക്കിൻ ക്ലോസറ്റ്. അത് നാട്ടിൽ വരേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ നാട്ടിലുണ്ടാക്കി എൻ്റെ വീടിനൊക്കെ ഞാൻ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, വോക്കിൻ ക്ലോസറ്റും ഒക്കെ. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എവിടെ നോക്കിയാലും തുണികളിങ്ങനെ കിടക്കുക, ഉണങ്ങാനും അതുപോലെ തോരണം പോലെ തുണികൾ കിടക്കുക. ഒന്ന് ഹൈഡ് ചെയ്യാനുള്ളൊരു സ്ഥലം നമുക്ക് നാട്ടിലില്ല. അപ്പോൾ ഈ വോക്കിൻ ക്ലോസറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് വെക്കുകയും ചെയ്യാം. ഡേർട്ടി തുണി ഉണ്ടെങ്കിൽ അതൊരു ബാസ്ക്കറ്റ് വെക്കുകയാണെങ്കിൽ ആ ഡേർട്ടി ലിനനൊക്കെ നമുക്ക് അതിൻ്റെ അകത്തിടാം. ഇത് 2.5 ബാത്റൂമാണ്. ഇവിടെ 2.5 എന്ന് പറയുമ്പോഴത്തേക്കിനും വേണ്ടി ഇവിടെ ഒരു ഹാഫ് ബാത്റൂമുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റുകൾ വരികയാണെങ്കിൽ അവർക്ക് കൈ കഴുകാനോ ബാത്റൂമിൽ പോകാനോ ഒക്കെ ആയിട്ട് ഒരു ഹാഫായിട്ട്, കുളിക്കാനുള്ള സൗകര്യമില്ല. ഇത് മറ്റ് കൈ കഴുകാനും മറ്റ് ആവശ്യത്തിനുമായിട്ടുള്ള ഒരു ബാത്റൂം കൂടിയാണ്. ഇവിടെ വാഷർ ആൻഡ് ഡ്രയർ വെക്കും, ആൾക്കാർക്ക് തുണി കഴുകാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യം ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 3 കാർ ഗരാജ് എന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് 3 കാർ ഗരാജ്. അപ്പം ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഫ്ലോറിങ് ഇപ്പോക്സി ഫ്ലോറിങ് ഇടാൻ പോവാണ്. അപ്പോൾ അത് കാണാൻ നല്ല അടിപൊളിയാവും. അപ്പോൾ ഇത് പെയിൻറ്റ് ലൈറ്റ് കളർ വെക്കും, ഇപ്പോക്സി ഫ്ലോറിങ്, കാർപ്പറ്റ് മാറ്റി ലൈറ്റ് കളർ ഇടും. ഇതാണ് സെക്കൻഡ് ബാത്റൂം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടില്ലേ, ഇത് ഈ ഏരിയയിൽ ഒരു ഷവർ കർട്ടൻ ഇട്ടിട്ട് ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് കയറി നിന്ന് കുളിക്കുക. അപ്പം വെള്ളം പുറത്തോട്ട് തെറിക്കത്തില്ല. അതാണ് മിക്കവാറും അമേരിക്കയിലെ എല്ലാ വീടുകളും ഇങ്ങനത്തെ സ്റ്റാൻഡേർഡിലാണ് ഇത് പണിയുന്നത് കേട്ടോ. പിന്നെ ഇത് കുറച്ചുകൂടെ വലിയൊരു വീടാണ്. സാധാരണഗതിയിൽ അമേരിക്കയിലെ സ്റ്റാൻഡേർഡ് വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം 2 ബാത്റൂം 2 കാർ ഗരാജ്. അതായത് ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാനുള്ള 3-2-2 എന്ന് പറയും. 3 ബെഡ്റൂം 2 ബാത്റൂം 2 കാർ ഗരാജ്. അങ്ങനെയുള്ള വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്റ്റാൻഡേർഡ്. അതിന് ഒരുപാട് പൈസ ഒന്നും ആകത്തില്ല. ഒക്ലഹോമയിലൊക്കെ ഒരു സ്റ്റാൻഡേർഡാണ്. പക്ഷേ ഇത് ഒരു കുറച്ചുകൂടെ ലെവൽ കൂടിയതാണ്. കാരണം ഇത് 4 ബെഡ്റൂം 2.5 ബാത്റൂം 3 കാർ ഗരാജ്. അപ്പോൾ അന്നേരം ഇത് കുറച്ചുകൂടെ പൈസയും കുറച്ച് കൂടുതൽ ചോദിക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇടാം. കുറച്ച് പൈസ എക്സ്ട്രാ വയർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അന്നേരം അവർക്ക് അതുപോലെ ക്വാളിറ്റി ആയിട്ടും നല്ല ബെറ്റർ ആയിട്ട് കിട്ടണം. ഇതാണ് ഇതിൻ്റെ ബാക്ക് യാർഡ്. ബാക്ക് യാർഡിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു കോൺക്രീറ്റ് പാടുണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് പർഗള എന്ന് പറയും. നിങ്ങൾക്ക് പർഗള നാട്ടിൽ അത്ര പോപ്പുലർ ആയിട്ടില്ല ഇതുവരെ. അതായത് തടി കൊണ്ടടിച്ച് കുടിൽ പോലെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അത്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇപ്പോൾ ഇടാം, നമുക്ക് മനസ്സിലാവും. ഈ പർഗളായും ഉണ്ടാക്കി ഇതുകൂടി ഇടുമ്പോഴത്തേന് ഇവിടുത്തുകാർക്ക് ഇത് വലിയ താല്പര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്കാർ ഒരു പൊതു രീതിയായി വീക്കെൻഡ് ആയി കഴിയുമ്പോഴത്തേക്കിന് അവർ, പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ ഈ വീക്കെൻഡിൽ ഫ്രൈഡേയും സാറ്റർഡേ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് അവർ ഈ ബാക്ക് യാർഡിൽ വന്നിരുന്നിട്ട് പർഗളായുടെ അടിയിലിരുന്ന് ബാർബിക്യൂ ഉണ്ടാക്കുക, ബിയർ അടിക്കുക, വർത്തമാനം പറയുക, ഇതൊക്കെ അവർക്ക് താല്പര്യമുള്ള കേസാണ്. അപ്പോൾ അന്നേരം ഈ ഒരു പർഗളായ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ താല്പര്യമാണ്. അപ്പം ഇത് വിൽക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു പർഗള വെക്കാൻ. അത് പണി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് എന്നാന്നുള്ള മനസ്സിലാവും കേട്ടോ. സുഹൃത്തുക്കളെ, ഇത് ഞാൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വീടിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് ആദ്യം തൊട്ട് ഞാൻ എന്തൊക്കെയാണ് ഈ വീടിനിട്ട് ചെയ്തതെന്നുള്ളത് ഞാൻ 1 by 1 ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ 3 കാർ ഗരാജാണ്. ഗരാജ് ഡോറ് പെയിൻറ്റ് ചെയ്ത് ഞാൻ അത് വൈറ്റ്, അകത്തുള്ള വൈറ്റ് മാറ്റി ട്രിമ്മ് വരുന്നതെല്ലാം വേറൊരു അർബൻ ജംഗിൾ എന്ന് പറയുന്നൊരു കളറ്. എൻ്റെ പേര് അർബൻ ജംഗിൾ എന്നാണ്. അത് ഞാൻ അടിച്ചു. പിന്നെ ഇത് ഞാൻ ഗരാജ് തുറന്നു കഴിയുമ്പം ഇത് 3 കാർ ഗരാജാണ്. 3 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്ലോറിങ് ഞാൻ മാറ്റി ഇപ്പോക്സി ഫ്ലോറിങ് ഇട്ടു. ഇപ്പോക്സി ഫ്ലോറിങ് ആണ്. കുറച്ച് വൃത്തികേടായിട്ട് കിടക്കാറുണ്ടല്ലോ, അതെല്ലാം മാറ്റിയിട്ട് പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്കിന് ഇപ്പോക്സി ആക്കിയപ്പം നന്നായി കുറച്ചുകൂടെ. ഇപ്പം ഞാൻ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ ബെഡ്, ഒരു മോശമായിട്ട് കിടക്കുമായിരുന്നല്ലോ ഫ്ലവർ ബെഡ്, അത് മാറ്റിയിട്ട് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ മെൽച്ച് മാറ്റിയിട്ട്, ബ്ലാക്ക് മെൽച്ചായിരുന്നു കിടന്നത്, അതും മാറ്റി റെഡ് മെൽച്ച് അതിൻ്റെ അകത്ത് ഇട്ടു. പിന്നെ അത് പ്ലാന്റ് എല്ലാം മാറ്റി വേറെ നല്ല പ്ലാന്റുകൾ പിടിപ്പിച്ച്
ഫ്ലവർ ബെഡ് വേറെ കംപ്ലീറ്റ്ലി മാറ്റി. അതാണ് അവിടെ ആദ്യം ചെയ്തത്. പിന്നെ അതുപോലെ ഈ ഏരിയ ഇവിടെ ഇങ്ങനെ വെള്ളം വീണ് മോശമായിട്ട് കിടക്കായിരുന്നല്ലോ. അത് നിങ്ങൾ നേരത്തെ കണ്ടായിരിക്കും, നേരത്തെ വീഡിയോ കാണുമ്പോൾ അറിയാം. ഇവിടെ വെള്ളം വീണ് കിടക്കായിരുന്നു. അത് ഞാൻ കോൺക്രീറ്റ് ചെയ്ത് അവിടെ അങ്ങ് വൃത്തിയാക്കി. അപ്പോൾ പിന്നെ ആ വൃത്തിയുടെ അങ്ങ് മാറി. പിന്നെ അതുപോലെ കയറി വരുന്ന ഡോറ്, ഈ ഡോറ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഡോറിനിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഡോറൊന്ന് പോളിഷ് ചെയ്ത് കുറച്ച് വൃത്തിയാക്കി. അപ്പോൾ അത് കാണാനൊരു ഭംഗിയായി. ഇനിയിപ്പോൾ അകത്തോട്ട് കയറാം. അകത്ത് മെയിനായിട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെയിൻ്റ് അങ്ങ് മാറ്റി. പെയിൻറ്റ് കുറച്ച് ഡാർക്ക് കളർ ആയിരുന്നല്ലോ ഇവിടെ കഴിയുന്നത്. ആ പെയിൻറ്റ് മാറ്റിയിട്ട് ഗ്രീക്ക് വില്ല എന്ന് പറയുന്ന ഒരു കളറുണ്ട്, ഗ്രീക്ക് വില്ല. അത് കുറച്ച് ലൈറ്റ് കളറാണ്. ആ ലൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചപ്പോൾ തന്നെ ആ വീടിൻ്റെ ഒരു ഗെറ്റപ്പ് മാറിയതുണ്ടോ. ഇവിടെ അമേരിക്കക്കാർക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ലൈറ്റ് കളർ പെയിൻറ്റുകളാണ്, ന്യൂട്രൽ കളർ എന്ന് പറയും, ന്യൂട്രൽ കളർ അടിക്കണം എന്നാണ് അവർ പറയുന്നത്. അമേരിക്കയിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഷെർവിൻ വില്യംസിൽ ഗ്രീക്ക് വില്ല എന്ന് പറയുന്ന കളറാണ്. ഇതിന് തന്നെ പല ഫിനിഷുണ്ട്. അതിൽ ഒരു ഫിനിഷ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ഡ്രൈ ആണ്. ഞാൻ ഫ്ലാറ്റ് ആണ് അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സൽ ഫിനിഷ് ഉണ്ട്. എക്സൽ ഫിനിഷ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മുട്ടത്തോടിൻ്റെ പുറത്തുള്ള ഒരു മിനുസം ഉണ്ടല്ലോ, ആ മിനുസത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. സാറ്റിന് സെമി ഗ്ലോസ്, ഫുൾ ഗ്ലോസ്. അതായത് സാറ്റിൻ എന്ന് പറഞ്ഞാൽ സാറ്റിൻ തുണിയുടെ പുറത്തുള്ള മിനുസം. പിന്നെ സെമി ഗ്ലോസ് എന്ന് പറഞ്ഞാൽ വളരെ മിനുസമില്ല, എന്നാൽ അതിൻ്റെ മിഡിലായിട്ട് വരുന്ന സെമി ഗ്ലോസ്. അതുപോലെ തന്നെ ഫുൾ ഗ്ലോസ് വരുമ്പോൾ നല്ല മിനുമിനാന്നിരിക്കും. അങ്ങനത്തെ അതാണ്. അങ്ങനെ 5 ടൈപ്പ് ഫിനിഷിംഗ് ആണ് ഉള്ളത്. അപ്പം ഞാൻ ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലാറ്റാണ് ഞാൻ വാളിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ബ്ലൈൻഡ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഷട്ടർ ബ്ലൈൻഡുകൾ ഇട്ടു. ഷട്ടർ ബ്ലൈൻഡ് ഇട്ടപ്പോൾ തന്നെ വീടിൻ്റെ എടുപ്പങ്ങ് മാറി. കാരണം ആ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അങ്ങ് മാറി. എല്ലാ ഇതിനും ഷട്ടർ ബ്ലൈൻഡ് ഇട്ടു. ഷട്ടർ ബ്ലൈൻഡിൽ തന്നെ ഫോർവുഡും ഉണ്ട്, റിയൽ വുഡും ഉണ്ട്. ഞാൻ റിയൽ വുഡാണ്. ഫോർവുഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോസസ്ഡ് വുഡാണ്. അതായത് നമ്മൾ പ്ലൈവുഡ് എന്നൊക്കെ നാട്ടിൽ പറയില്ല, അതുപോലെ പ്രോസസ്സ് ചെയ്ത വുഡാണ് ഫോർവുഡ്. റിയൽ വുഡ് ആണെങ്കിൽ കുറച്ചുകൂടെ വില കൂടുതലാണ്. പക്ഷേ ഞാൻ റിയൽ വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതൊന്നും കണ്ടാൽ മനസ്സിലാകില്ല, പക്ഷേ ഇവിടുത്തുകാർക്ക് ഇത് കണ്ടാൽ പറ്റുന്ന ഓട്ടത്തിൽ ഏതാ റിയൽ വുഡ് ഏതാ ഫോർവുഡ് എന്നൊക്കെ അവർക്ക് കണ്ടാൽ പറ്റിയായിരിക്കും മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എല്ലാം റിയൽ വുഡ് വെച്ചാണ് ബ്ലൈൻഡ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഫ്ലോറ് കാർപ്പറ്റ് മാറ്റി. പഴയ കാർപ്പറ്റ് കിടന്നെല്ലാം മാറ്റിയിട്ട് പുതിയ കാർപ്പറ്റ് ഇട്ടു. ഇത് മാസ്റ്റർ ബാത്റൂം, അതെല്ലാം പെയിൻ്റ് അടിച്ചത് മാത്രമേ ഉള്ളൂ, പെയിൻ്റ് അടിച്ച് ക്ലീൻ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ മാസ്റ്റർ ക്ലോസറ്റും കംപ്ലീറ്റ് പെയിൻറ്റ് മാറ്റി. അതിൻ്റെ ബോട്ടം ഫ്ലോറിങ് കാർപ്പറ്റ് ഇട്ടു. ഇതാണ് മാസ്റ്റർ ക്ലോസറ്റ്. ആൾക്കാർക്ക് തുണി ഹാങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മുകളിലും താഴെയും. പിന്നെ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാനുമുള്ള സൗകര്യമുണ്ട്. അത് അപ്പുറം ഇപ്പുറയും 2 സൈഡിലും ഹാങ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ട്. കിച്ചൺ മെയിനായിട്ട് ചെയ്തത് ബാക്ക് സ്പ്ലാഷിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ബാക്ക് സ്പ്ലാഷ് ഒരു ഗുണമില്ലാത്ത ബാക്ക് സ്പ്ലാഷ് ആയിരുന്നു. അത് പൊളിച്ച് കളഞ്ഞിട്ട് ഞാൻ വേറെ നല്ല ബാക്ക് സ്പ്ലാഷ് ഇതിൻ്റെ പുറകിൽ ഒട്ടിച്ചു. ഇതിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസും ഗ്രാനൈറ്റും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഗ്രേ കളറിൽ കാണുന്നത് ഗ്രാനൈറ്റ് ആണ്, അതേസമയം ആ ബ്ലൂ കളർ കാണുന്നത് ഗ്ലാസ് ആണ്. അത് കമ്പൈൻഡ് ആയിട്ട് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ബാക്ക് സ്പ്ലാഷാണ്. ഇത് സെക്കൻഡ് ബെഡ്റൂം. അതും നമ്മൾ ബ്ലൈൻഡ് മാറ്റി ഷട്ടർ ബ്ലൈൻഡ് ഇട്ടു. ഫ്ലോറിങ് എല്ലാം ചേഞ്ച് ചെയ്തു. സെക്കൻഡ് ബാത്റൂം. ഇത് തേർഡ് ബെഡ്റൂം. ഇതും ഫോർത്ത് ബെഡ്റൂം. പിന്നെ ബാക്ക് യാർഡിൽ ഞാൻ പറഞ്ഞതല്ലോ, ഫെൻസ് പോയി കിടന്ന ഫെൻസെല്ലാം അടിച്ച് വേറെ നല്ല ഫെൻസ് അടിച്ചു. പിന്നെ അതുപോലെ തന്നെ പെർഗള മേടിച്ച് അത് ഫിറ്റ് ചെയ്തു. പെർഗളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് വീട് കുറച്ചുകൂടെ കാണാൻ ഭംഗിയായി. ഇതാണ് ഈ പെർഗള. ഈ പെർഗളയുടെ അടി കുറച്ച് പാഡിയോ ഫർണിച്ചർ, ഞാൻ വീട്ടിൽ കിടന്ന ഫർണിച്ചറാണ്, പഴയതായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അടി കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിന് പുതിയ ആൾക്കാരായാലും വരികയാണെങ്കിൽ അവർക്ക് താല്പര്യമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ല അവർക്കത് വേണ്ടെങ്കിൽ അതെടുത്ത് ട്രാഷിൽ കളയാം. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഫെൻസ് മാറ്റി വേറെ നല്ല ഫെൻസ് അടിച്ചു. പിന്നെ ഇവിടെയെല്ലാം ഫെൻസെല്ലാം മോശമായിട്ട് കിടക്കുകയായിരുന്നു, അതെല്ലാം മാറ്റി വൃത്തിയാക്കി. പിന്നെ ഇങ്ങോട്ട് ഈ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഈ കോൺക്രീറ്റ് ഇങ്ങനെ പോകാനുള്ള കോൺക്രീറ്റ് ഞാൻ ഇട്ടതാണ്. എന്നിട്ട് ആ കോൺക്രീറ്റിലാണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ കൂടിയൊക്കെ ഉള്ളത് അത് നമ്മുടെ വർക്കേഴ്സ് അവരുടെ
ഇഷ്ടത്തിന് ചെയ്ത, അവരുടെ താല്പര്യത്തിന് ഐഡിയ അനുസരിച്ച് ഇങ്ങനെയൊക്കെ വെച്ചതാണ്. നല്ല വർക്കേഴ്സിനെ കിട്ടുക എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് നല്ല വർക്കേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകാതിരിക്കാനും നോക്കണം. കാരണം നല്ല ഐഡിയയും നല്ല പ്ലാൻസും ഒക്കെ ഉള്ളിലുള്ള നല്ല ഗുഡ് വർക്കേഴ്സിനെ കിട്ടുമ്പോൾ അവരെ നമ്മളെങ്ങനെയും കീപ്പ് ചെയ്യാൻ നോക്കണം. ഇപ്പം എനിക്ക് 2-3-4 പേര് ഉണ്ട്. അവർ മിക്കവാറും എല്ലാവരും മെക്സിക്കൻസ് ആണ്. അതിലൊരുത്തൻ നല്ല മിടുക്കനായിട്ടുള്ള ഒരു വർക്കറാണ്. അവന് അത്ര നമ്മളോടൊന്നും അത്ര താല്പര്യമൊന്നുള്ള പാർട്ടിയല്ല. പക്ഷേ ചിലപ്പോൾ ചോദിക്കുന്നതിനൊക്കെ ചിലപ്പോൾ തർക്കത്തിലൊക്കെ പറയും. പിന്നെ നല്ല വർക്കറായതുകൊണ്ട് നമ്മൾ പുള്ളി അങ്ങ് കീപ്പ് ചെയ്യും, മിണ്ടാതെ അങ്ങ് ഇരുന്നേക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ VS അച്യുതാനന്ദൻ്റെ ഭാഷയെ പറഞ്ഞാൽ പൂച്ച കറുത്താണെങ്കിലും വെളുത്താണേലും എലിയെ പിടിക്കുന്നിടത്തോളം കാലം പൂച്ച നല്ല പൂച്ചയെന്ന് പറയുന്ന പോലെ ഇവൻ നല്ലപോലെ പണിയുമ്പോഴത്തേക്കും ഇവനിച്ച് തർക്കത്തിൽ പറഞ്ഞാലും ഞാൻ കണ്ണടച്ചേക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ പോയി കഴിഞ്ഞാൽ അതുപോലെ ഒരുത്തനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കിടക്കുന്ന ഈ ചെറിയ ബ്ലോക്കുകൾ അത് ഞാൻ ആ കോൺക്രീറ്റ് ചെയ്തെടുത്ത് കിടന്നതാണ്. അത് എടുത്ത് ദൂരെ കളയണ്ട, ഞാൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടത്തിന് ഇത് ഇട്ടോളാൻ പറഞ്ഞു. അന്നേരം അവനിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ 2 സൈഡിൽ വിട്ട് അതൊരു ഫാഷനാക്കി അതങ്ങനെ എടുത്തു. ഇത്ര കാര്യങ്ങളാണ് ഇതിനിട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതിനെയും ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്തിട്ട് ഇത് മാർക്കറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആൾക്കാർ വന്ന് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ കുറച്ച് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ ഹയർ ചെയ്തിട്ട് ഇതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം. അത് കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഒരു ചൊല്ലുണ്ട്, അതായത് നമ്മൾ എത്ര നല്ല ഫുഡ് കൊടുത്താലും അത് വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ അതിന് കിട്ടേണ്ട ഇമ്പാക്റ്റ് കിട്ടുകയില്ലെന്നാണ് പറയുന്നത്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ലൊരു ഫുഡ് ഉണ്ടാക്കി അത് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് നല്ലൊരു പ്ലേറ്റിൽ വെച്ച് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള വീട്രസോ കൊണ്ടുപോയി അതിങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ ആഹാരം കഴിക്കാൻ വന്നവർക്കൊരു കിട്ടുന്നൊരു തൃപ്തിയുണ്ട്. അതിപ്പം നാട്ടിലിപ്പം ക്യാൻറ്റീനിലൊക്കെ ചായയൊക്കെ കൊണ്ട് ഇങ്ങനെ വലിച്ചു കൊണ്ട് ഇടുക, അതുപോലെ ആഹാരത്തിൻ്റെ പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ വരികയും പ്ലേറ്റിൻ്റെ ഒച്ചയും ബഹളവും അങ്ങനെയൊന്നും അല്ലാതെ നല്ല പ്രൊഫഷണലായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെയാണ്. അതേ രീതിയിൽ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ. അതായത് നമ്മളൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറെ ഹയർ ചെയ്തുകൊണ്ട് അവർ അത് നല്ലതായിട്ട്, എനിക്കൊരു വെള്ളക്കാരനൊരു പയ്യനുണ്ട്, റോബർട്ട് എന്ന് വിളിക്കുന്നത്, അവനത് ചെയ്യുന്നത്. അപ്പോൾ അവനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ഫോട്ടോ എല്ലാം എടുത്തിട്ട് അപ്പം ഞാൻ നമ്മുടെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും. പിന്നെ അവൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫോട്ടോയ്ക്ക് നല്ലൊരു പൊലിമ കിട്ടും. അങ്ങനെ പൊലിമ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഒരു നല്ല ബെറ്ററായ ഒരു പ്രസൻറ്റേഷൻ അവിടെ കിട്ടും. അപ്പോൾ അന്നേരം ആൾക്കാർക്ക് കാണുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ തോന്നും. അതാണ് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് അത് ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യും, ഓൺലൈനിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ വന്ന് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണ്, നമുക്കൊരു ഓഫർ തരും. അങ്ങനെ ആ ഓഫർ നമുക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ അതിന് കൗണ്ടർ ഓഫർ കൊടുത്തു കഴിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ അത് പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി പിന്നെ അത് കോൺട്രാക്റ്റ് എഴുതി പിന്നെ അത് ക്ലോസ് ചെയ്യും. അതായത് ക്ലോസിംഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പേപ്പർ വർക്ക് എല്ലാം ചെയ്യുന്നതിന് ഇവിടെ അമേരിക്ക ക്ലോസിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കീ കൊടുത്ത് അവർ താമസിക്കാൻ തുടങ്ങും. ഇതാണ് അമേരിക്കയിലെ പൊതുവിൽ ഈ വീട് വിൽപ്പനയുടെയും വാങ്ങലിൻ്റെയും ഒക്കെ ഒരു രീതി. അതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ.